ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് ഗ്രാനി 3 ഗൈസ്. അപ്പം നമ്മളിന്ന് തള്ളാ 3 ആണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നമ്മളോട് ഇന്ന് കളിക്കാനായിട്ട് തള്ളാ 3 കളിക്കാനായിട്ട് ആരുമില്ല. ഞാൻ തന്നെയാണ് കളിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഗൈസ്. അപ്പം നമ്മുടെ നേരെ ഇൻട്രോയിലേക്ക് നമുക്ക് പോകാം ഗൈസ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഷെയർ ഗൈസ്. ഗൈസ് റോഡ് ടു 10 ലൈക്കാണ് ഗൈസ്. അതുപോലെ തന്നെ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. നിങ്ങളത് സാധിച്ചു തരുമെന്നാണ് എൻ്റെ ഒരു അത് തന്നെ. ഇത് വളരെ നല്ലൊരു ഇതാണ് ഗൈസ്. ഇത് നിങ്ങൾ സാധിച്ചു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധിച്ചു തരണേ ഗൈസ്. ഞാനൊരു പാവപ്പെട്ട യൂട്യൂബറല്ലേ ഗൈസ്. നിങ്ങളുടെ ഈ കാരുണ്യം വേണം എനിക്ക് ഗൈസ്. അതേപോലെ തന്നെ ഞാനൊരു ഇൻസ്റ്റ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അതങ്ങ് ചെയ്തേക്കണം. നമ്മൾ ഇൻട്രോയിൽ നമ്മൾ മന്ദം നടക്കുകയാണ്. അതാ ഒരു പഴഞ്ചൻ കാർ. അപ്പോൾ ഇന്ന് കാർ സ്കേപ്പ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് ഓക്കെ ആയി. കാർ സ്കേപ്പ് ഇല്ലല്ലോ. ഇപ്പം വെൽക്കം അടിച്ച് നമ്മളെ പുറകിൽ നിന്ന് അപ്പൂപ്പൻ തലയ്ക്ക് പിശുവും അടിക്കും. അമ്പട കള്ള എടുക്കല്ലേ. ഓ ഗൈസ്, നമ്മുടെ തലക്കിട്ടൊരെണ്ണം തന്നിരിക്കുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ 1 കടക്കാൻ പോകുന്നതിന് മുന്നേ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഷെയർ ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഗ്രാനി 1 കളിച്ചായിരുന്നു. അത് നമ്മൾ വിജയകരമായി തോറ്റു. അതുപോലെ തന്നെ ഗ്രാനി 2 കളിച്ചായിരുന്നു. അതും നമ്മൾ വിജയകരമായി തോറ്റു. അതിൻ്റെ ഗ്രാനി 2 ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ 10 ലൈക്ക് അടിക്കുവാണെങ്കിൽ നമ്മൾ ഗ്രാനി 1 കളിച്ച് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഗ്രാനി 1 കളിച്ച് കംപ്ലീറ്റ് ആക്കി ഗൈസ്. പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. ഗ്രാനി 3 ഇതിപ്പം ഗൈസ് ഞാൻ അപ്പൂപ്പൻ ഓടിക്കോ ഓട് തുറക്കങ്ങോട്ട് അടിക്കര് പ്ലാങ്ക് പിന്നെ കമ്പോട്ട അടിക്കേറാ. തലയിട്ട് നോക്കണോ? വേണ്ടായിരിക്കുമല്ലേ? ഇത് നോക്കണോ? പ്ലാങ്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇടായിരുന്നല്ലേ? പ്ലാങ്ക് എടുക്കാം ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു, പക്ഷെ നമുക്ക് 10 ലൈക്ക് കൂട്ടി 4 ലൈക്കെങ്കിലും കിട്ടിയെന്ന് സംശയമാണ് ഗൈസ്. എന്നാലും നമ്മളങ്ങ് കളിച്ചു ഗൈസ്. നിങ്ങളുടെ സന്തോഷമാണല്ലോ എൻ്റെ സന്തോഷം. അതുകൊണ്ട് നമ്മളങ്ങ് കളിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. 1 മണിക്കൂർ എടുത്തു ഗൈസ്. ഇപ്പോൾ 49 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ആ വീഡിയോ. അത് ഞാൻ കുറേ കട്ട് ചെയ്ത് കയറ്റി. പിന്നെ ഗൈസ് തള്ള വന്നു. പിന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഈ ഗ്രാനി 3 ഞാനിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് വോയിസ് ചെയ്യുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഗേറ്റ് എസ്കേപ്പ് ചെയ്തു. പിന്നെ അതാണ്ട് നമ്മൾ ഈ ഒരു ഇച്ചിരി പോർഷൻ ഇച്ചിരി ലാഗായിരിക്കും. കാരണം ഞാൻ തുടങ്ങിയപ്പോഴത്തേന് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇച്ചിരി പോർഷൻ ലാഗായിരിക്കും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് സ്കിപ്പ് അടിച്ച് വിട്ടേരെ. ഇച്ചിരി ഈ ഒരു പോർഷൻ നല്ല ലാഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാഗാണ്. കാരണം അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഞാൻ ഗെയിം കളിച്ചപ്പം ലാഗായിട്ട് തോന്നിയില്ലെങ്കിലും ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യാൻ തോന്നുമ്പോഴത്തേനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ലാഗായിട്ട് തോന്നിയായിരുന്നു. ഈ ഒരു പോർഷൻ ഇച്ചിരി ലാഗായിരിക്കും. എന്നാലും ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വോയിസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ആ റോബോട്ട് കൂട്ടം വന്നു. അപ്പോൾ ഗൈസ് ഗ്രാനി വരേണ്ടതാണല്ലോ. വന്നില്ലല്ലോ. വരൂ തള്ളേ. ഇനി അങ്ങ് പോയി നമുക്ക് സ്ലിംഗ് ഷോട്ടോ വെപ്പൺ വ്യൂ എന്തെങ്കിലും ആദ്യം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വലിയ കാര്യമായിരുന്നു. ഗ്രാനി വന്നില്ലല്ലോ. അതാ വന്നു ഗൈസ്. നമുക്ക് നമ്മുടെ ന്യൂബ് മാസ്റ്ററാണ് എൻ്റെ പവർ കിട്ടാൻ നിങ്ങളെല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ന്യൂബ് മാസ്റ്ററിൻ്റെ പവർ ആവാഹിക്കാൻ പോവാണ്. നമ്മൾ ന്യൂ മാസ്റ്ററിൻ്റെ പവർ ആവാഹിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കളി പെട്ടെന്ന് തന്നെ തീർക്കാം ഗൈസ്. നമുക്ക് നേരെ പോയി ആ സെറ്റിയുടെ ഓടിച്ചിരിക്കാം ഗൈസ്. ഓടാ ഗൈസ്. നമുക്ക് നേരെ ഗ്രാനി തള്ള അവിടെ ആയതുകൊണ്ട് നമുക്ക് നേരെ സെറ്റിൽ പോയി ഒളിച്ചിരിക്കാം. സെറ്റിയുടെ അടിയിലേ ഗ്രാനിയുടെ ലിവിങ് റൂമിൻ്റെ സെറ്റിയുടെ അടിയിൽ പോയി കാത്തിരിക്കാം ഗ്രാനി വരാൻ. അസ്തിമച്ചാൻ ഹായ്. അസ്തിമച്ച അവിടെ നിന്ന് ഒരേ ചില്ലിന് കിളവനില്ലല്ലോ. കിളവില്ല. പോയി ഒളിടാ. നമ്മളതിനകത്ത് ഒളിച്ചിരിക്കുന്നു. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഇച്ചിരി കയ്യും എണീറ്റ് പുറത്തോട്ട് ഓടാം ഗൈസ്.
പുറത്തോട്ട് ഓടാനാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പുറത്തോട്ട് ഓടിയാലാ? ഓടണോ? ഓടാല്ലേ? ഓടാൻ പോവുകയാണ്. ഒരു പേടിയില്ല, ഓടാം. നമ്മൾ ഓടാൻ പോവുകയാണ് പുറത്തോട്ട്. ഒന്നും നോക്കുന്നില്ല, നേരെ പുറത്തോട്ട് വിടുന്നു. ആരോ പുറത്ത് പോയിട്ടുണ്ട്, ഡോറ് തുറന്നിട്ടിട്ടുണ്ട്. അതിനർത്ഥം കിളവൻ പുറത്തുണ്ട്. ഡിക്കിലെന്തുണ്ട്? 2 ഉണ്ടയുണ്ട്. ഒന്നുമില്ല. കല്ലൊക്കെ പിറക്കി വെച്ചേക്കാം. ഇപ്പോഴാണ് വെപ്പൺ കീ. സ്ലെണ്ടുവേ, നീ കൂടുന്നുണ്ടേ. സ്ലെണ്ടുവിനെ നമുക്ക് പറഞ്ഞു വിടണം. സ്റ്റഡി കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്ന് കൊണ്ട് ഇട്ടിട്ട് സ്ലെണ്ടുവിനെ ഒന്ന് പറഞ്ഞുവിടാം. സ്ലെണ്ടു ശല്യമാണ്. ഈ വീഡിയോ മൊത്തം സ്ലെണ്ടു വരുന്ന ശല്യം. ഗൈസ്, ഒരു കല്ലല്ലേ കിടക്കുന്നത്, അതൊന്ന് പിറക്കാം. പിറക്കടോ, അവൻ ഇരുന്നാലേ പിറക്കൂ. പിറക്കി. പിറക്കി. നമ്മൾ പോവുകയാണ്. അടുക്കളയുടെ വശത്തെത്തിയിട്ടുണ്ട്. അടുക്കളയിൽ തപ്പണമല്ലോ. അതിന് മുന്നേ ഇവിടെ ആരെങ്കിലും ഇല്ലില്ല, ആരും ഇല്ലില്ല. നമുക്ക് തപ്പാൻ തുടങ്ങിയാലോ? അല്ലേ വേണ്ട, ഡോറൊന്ന് നമുക്ക് അടച്ചിട്ടിട്ടേ തപ്പാം. അതാകുമ്പം ഗ്രാനി വന്നാൽ ലണ്ടുവേ. കിളവനില്ലല്ലോ ലണ്ടു. പോട്ടെ, എന്തേലും പോട്ടെ. ഇതിനകത്ത് കാറ്റ്, ഇതിനകത്തും കാറ്റ്, ഇതിനകത്തും കാറ്റ്, ഇതിനകത്തും പുക, ഇതിനകത്തും പുക. ഇതിനകത്ത് പുകയല്ലല്ലോ, ഫയർവുഡ് ഉണ്ട്. ഓക്കെ, ഫയർവുഡ് എന്തിനാ? ഇരിക്കട്ടെ. മാറ്റസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കാക്കയുടെ മൂട്ടി തീയിടായിരുന്നു. ഗൈസ്, ഈ ലാഗടിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ടെലഗ്രാമിൽ നിന്ന് സിനിമ കാണുന്നുണ്ട്, അതിൻ്റെ മെസ്സേജ് വരുന്നതാണ്. ഗൈസ്, നമ്മൾ കളി ജയിച്ചു ഗൈസ്. നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ചെയ്തു. നമ്മൾ ചെയ്തു ഗൈസ്. കളി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഇനി കൂട്ടാം. കാരണം നമുക്ക് വെപ്പൺ കിട്ടിയാൽ പകുതി നമ്മൾ കളി ജയിച്ചു എന്നാണല്ലോ ഒരു തിയറി. ആരുടെയും തിയറി അല്ല, എൻ്റെ തിയറിയാണ്. ഓക്കെ, നമ്മൾ നേരെ വെപ്പൺ കീയുടെ കിളവൻ്റെ റൂമിലോട്ട് നമുക്ക് നേരെ അങ്ങ് വിട്ടടിച്ചങ്ങ് പോവാം. പോടാ. തുറക്കടാ. തുറന്നു. ഇട്. പൊട്ടീര്. ഷീറ്റ് മെസ്സേജ് വരുന്ന ആരും ശ്രദ്ധിക്കേണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും. പൊട്ടീറാ. കിളവി എവിടെ? അല്ലേ തന്നെ വെപ്പം വിദൂരതയിൽ നിന്ന് നൈറ്റ് ഇട്ട് വരുമോ? മന്ദം. ഈട് കിളവി, നിനക്ക് എന്തിൻ്റെ കുഴപ്പമില്ല? നീ പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്തോ പാടി കാണിക്കുന്നു? നിൻ്റെ തലമണ്ട പൊളിച്ചു ഞാൻ. പൊളിച്ച്. കിളവൻ ഇവിടെ ഇല്ലാത്ത ഭാഗ്യം. കാരണം കല്ല് നമ്മൾ 2 എണ്ണവും തീർത്തു. അതുകൊണ്ട് നമുക്ക് കല്ല് വാരിയിട്ട് കിളവനിട്ട് പൊട്ടിക്കാം. എന്നിട്ട് അവൻ്റെ തോക്കും എടുത്തുകൊണ്ട് നമുക്ക് അവനെ ഒന്നുകൂടെ പൊട്ടിക്കാം. ഒരു കല്ലെങ്കിൽ ഒരു കല്ല്, അത് മതി. നമുക്ക് കിളവനെ പൊട്ടിക്കാം. ഇപ്പോൾ അവൻ വരത്തില്ലേ, അവനെ പൊട്ടിക്കാം ഗൈസ്. പക്ഷേ ഇവൻ ഇവിടെ ഒന്നും ഇല്ലില്ല. ഇവൻ ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നില്ല. ഇവൻ ഇത്ര ചെവി കേൾക്കത്തില്ലേ മണ്ടായി. ഗൈസ്, ഒരാളെ കാണുന്നില്ല. കിളവൻ 5 അടി നീളാ കണ്ടു. ഇനി ഗൈസ് അവൻ്റെ നക്ഷത്രം എണീച്ചിട്ടുണ്ട്. പൊട്ടിക്കാം. പൊളിച്ച്. കിളവൻ്റെ നെഞ്ചാങ്കൂട് പൊളിഞ്ഞിട്ടുണ്ട്. ഇനി കിളവൻ എണീറ്റ് വരത്തില്ല. ആയിരിക്കും. ഗൈസ്, ഇന്നത്തെ എന്താണുള്ളത്? പൊഹ. അതിലെന്താണുള്ളത്? മാച്ചസ് കാക്കയുടെ മുട്ടി തീടാം ഗൈസ്. അല്ലേ ഇനി എന്തിനാ ഗൈസ് കാക്കയുടെ മുട്ടി തീടുന്നേ? നമുക്ക് ഷോട്ട് ഗൺ കിട്ടിയല്ലോ, എന്നെ വെടിവെച്ച് വന്നാൽ പോരെ ഗൈസ്. കിട്ടിയ 2 എണ്ണം പാട്ട സാധനം. അതിനകത്ത് പാഡ് ലോക്കി. സ്ലെണ്ടുവേ. അതിനകത്ത് പാഡ് ലോക്കിയാണ് ഗൈസ്. പാഡ് ലോക്കി കൊണ്ട് എനിക്ക് ആവശ്യം വേണ്ടി വരുമായിരിക്കും, അറിഞ്ഞൂടാ, നോക്കാം. കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് കൊണ്ടുവെക്കണം ഗൈസ്. ഇനി അത് ചടങ്ങുള്ള കേസാണ്. പോട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആദ്യം മേളിൽ പോയി നമുക്ക് കാക്കയെ പൊട്ടിക്കാം. കാക്കയെ ഞാൻ വരുന്നുണ്ട് കേട്ടാ, സൂക്ഷിച്ചിരുന്നു ഗൈസ്. കാക്കയുടെ തലമണ്ട നോക്കി. കാക്കയെ ഷെഡ് കീയ. കാക്കയെ കൊത്തരുത്, ഷെഡ് കീയാണെന്നല്ലേ വെച്ചോളൂ. നീ പോയി ചാവടാ. അയ്യോ, ഷോട്ട് ഗൺ പോലെടാ മോനെ. ഗൈസ്, നമുക്ക് ഷെഡിൻ്റെ അങ്ങോട്ട് ഇട്ടേക്കാം. ഇത് നമുക്ക് എന്നിട്ട് പിന്നെ എങ്ങാനും പോയി തുറക്കാം. താഴെ എങ്ങനെ ഇറങ്ങിയിട്ട് പോയി തുറക്കാം ഗൈസ്. ആവശ്യമുള്ള വല്ല സാധനങ്ങളും എല്ലാം ആണെങ്കിലും, വല്ല ഗേറ്റ് എസ്കേപ്പിനുണ്ടായ വല്ല ഫ്യൂസോ എന്തെങ്കിലും ആണെങ്കിൽ ഉപകാരമായിരുന്നേ. അങ്ങനെല്ലാം ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം.
ആണെങ്കിൽ സന്തോഷമുണ്ട്. ഗൈസ് നമുക്കിതൊരു നൈസിന് ഇറങ്ങാം. നമ്മൾ വട്ടം കറങ്ങി ഇറങ്ങാൻ പോവാണ്. പക്ഷെ എന്തിറങ്ങി ഇറങ്ങാത്ത ഇടയ്ക്ക് ഇറങ്ങടാ, ഇടാ മേളിലോട്ടല്ല ഇടയ്ക്ക് ഇറങ്ങ. ആ ഉള്ള ഉണ്ടയും കൂടെ കളഞ്ഞ് എന്തിനാണോ എന്തോ ഇപ്പം ഷൂട്ട് ഞെക്കിയത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. ഇതിനെ ഇറങ്ങാനും പറ്റുന്നില്ല, ഇവൻ ഷൂട്ട് ഞെക്കുന്നു. നമുക്ക് ഇതുവഴി എങ്ങനെ ഇറങ്ങി രക്ഷപ്പെടാം ഗൈസ്. ആണ്ട കിടക്കുന്നു, തോക്കും കളയുന്നു. ഇത് എന്തുവാണ് ഗൈസ്? ഓട്ടോമാറ്റിക് ഡ്രോപ്പ്. ഇതെവിടെയാണ്? ഈ റൂമിലെത്തി. താണ്ട ഉണ്ട ഇറക്കടാ പെട്ടെന്ന് ഇറക്കടാ. എൻ്റെ പൊന്നോ ടൈമിങ്. അപ്പം നമ്മൾ ചാടി ഉണ്ട എടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കിളവി മണ്ട കയറി വന്നിട്ടല്ലേ ഉള്ള അറിയത്തോളായിരുന്നു നമ്മൾ. എടാ അങ്ങനെ പൊക്കൂടാ, അത്രയും ദൂരെ പൊക്കൂടാ ഏട്ടാ, പോവല്ലേ ഏട്ടാ, ഇവിടെ നില്ല്. ടൈമിങ് ആയിരുന്നു. കിളവനെന്തി? ഇനി കിളവന് തപ്പി പോകേണ്ടി വരും. ആ സമയം പോന്നു, തള്ളച്ചിയെ കിടത്തിയ സമയം പോവുക. ഇവർക്ക് രണ്ടെടുപ്പ് ഒരുമിച്ച് വന്നൂടെ എൻ്റെ പൊന്നോ. ഒരാളുടെ പുറകെ ട്രെയിൻ കളിച്ച് വന്നൂടെ എന്തോ ഇവർക്ക്, ഓരോരുത്തരുടെ പുറകെ ഓരോരുത്തരായിട്ട്. സേഫ് കീ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ അതുവഴി പോകായിരുന്നല്ലേ. പിയാനോ വായിക്കണോ? വേണ്ടല്ലേ. സ്റ്റഡി എങ്ങനെ ഉടങ്ങാൻ ഇരിപ്പുണ്ടോ നോക്കാം. സാധാരണ ഈ സൈഡിൽ നിന്നാണ് സ്റ്റഡി കിട്ടുന്നത്. സ്റ്റഡി ഉണ്ട് ഇരിപ്പ്. ടെഡി എടുത്ത് അല്ല വേണ്ട, അയാളിപ്പം വന്ന് കാണും. കള്ളക്കളവൻ. ഇനി അത് തുറക്കാനൊന്നും വയ്യ. അപ്പുറം വഴി അങ്ങ് പോവാം ഗൈസ്. കിളവൻ വന്നോ? വന്നില്ലേ? ഇയാളിനി കിടന്ന് ഉറങ്ങാണ്? അല്ല, വന്നടാ കുട്ടാ, നിന്നെ കാത്തിരിക്കുവായിരുന്നടാ മോനെ. നെഞ്ചാങ്കൂട് പൊളിച്ചിട്ടുണ്ട്, നെഞ്ചാങ്കൂട്. ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം അല്ലേ ഗൈസ്? അത് ഗ്രാനി കളിക്കണം. ഈ കിളവൻ മാറിക്കടോ. അത് ഗ്രാനി കളിക്കണം ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. താഴെ പോയിട്ട് നമുക്ക് ആ ഗ്ലാസ് തല്ലി പൊളിച്ചിട്ട് ഫ്യൂസ് കിട്ടുമോ നോക്കാം ഗൈസ്. സാധാരണ അവിടെ നമുക്ക് ഫ്യൂസോ അല്ല, ഒന്നെങ്കിൽ ഫ്യൂസോ അല്ലെങ്കിൽ അല്ലേ മറ്റേ ട്രെയിൻ കീയോ ആക്സിലേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലേ കിട്ടുന്നേ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തായി പൊളിച്ചിട്ട് അകത്തോടെ ഒന്ന് കയറി നോക്കാം. എന്നിട്ട് ക്രോബാർ എടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കിയിട്ട് പറയാം. ഫ്യൂസ് കിട്ടി ഗൈസ്. നമുക്ക് ഉപകാരമുള്ള സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്, ഫ്യൂസ്. ഇനി നമുക്ക് പയ്യെ ഷോട്ട് ഗൺ കളഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ബോക്സ് ഒന്ന് പൊളിച്ച് നോക്കാം. അതിനകത്ത് എന്താ ഉള്ളത്? ജനറേറ്റർ കേബിൾ ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ഫ്യൂസ് ഇട്ടിട്ട് കറണ്ട് വരാനായിട്ട്. ഇനി നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് കൂടെ കിട്ടിയാൽ മതി, എസ്കേപ്പ് ആവാം. പക്ഷെ ഇനി അത് ഏത് വായില്ല എന്നൊരു പിടിയില്ല. തോക്ക് അവിടെ കിടക്കട്ടെ ഗൈസ്. തോക്ക് അവിടെ കിടക്കുന്നതാണ് സേഫ്. അല്ലെങ്കിൽ ആ കളവും പോയി എടുക്കും. നമുക്കിത് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഇനി ഉണ്ട എടുത്തുകൊണ്ടിരാം ഗൈസ്. എന്നിട്ട് നമുക്കൊരു കറക്കം കറങ്ങിയിട്ടേ ബാക്കി ബ്രിഡ്ജ് ക്രാങ്കിനുള്ള തപ്പൽ നടത്താം. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് പ്ലാങ്ക് കൊണ്ട് വെച്ച് നോക്കിയാലോ? ഒന്നുകൂടി വരെ ഒന്ന് ഉറക്കിയിട്ടേ പ്ലാങ്ക് കൊണ്ട് വെച്ച് നോക്കിയാലോ? ഇനി അവിടുന്ന് ഒന്നെങ്കിൽ തേങ്ങ കിട്ടുമോ, അല്ലെങ്കിൽ ഇതല്ലേ ഗൈസ് കിട്ടുന്നത്? ഏത് ഇതെന്തു ഗൈസ്? നമ്മൾ പരസ്യം കളഞ്ഞപ്പോൾ കല്ല് മാഞ്ഞു പോയി ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ ബ്രിഡ്ജ് ക്രാങ്കോ ആയിരിക്കത്തില്ലേ മിക്കവാറും കിട്ടുന്നത്. എന്തോന്ന് നോക്കണം. ഷെഡ് തുറന്നില്ലല്ലോ, ഷെഡ് തുറക്കാം. ഷെഡ് ഒന്ന് എടുക്കടോ നീ, ഇത്ര താമസം എന്തുവാ? ഷെഡ് തുറക്കുക. എന്താണ് ഷെഡിലുള്ളത്? ആസ്ക്. ഗേറ്റ് എസ്കേപ്പ് ചെയ്യാൻ ഞാനിത് എവിടെ ഇട്ട് തിരിക്കാനാന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ഗേറ്റ് എസ്കേപ്പ് ചെയ്തിട്ട് ട്രെയിനിൻ്റെ ആക്സിലേറ്റർ ഞാനിത് എവിടെ ഇട്ട് തിരിക്കാനാണ്? ഫാസ്റ്റ് ഈ വ്യാഴയുടെ മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ഈ ടെലഗ്രാം എടുത്ത് കാട്ടിക്കളയും. എപ്പോഴും മെസ്സേജ് വരുത്തലാണ് ഗൈസ്. വേറെ നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒന്ന് ഉറക്കിയിട്ടേ നമ്മൾ നേരെ മേൽ പ്ലാൻ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്നാണ് ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. വേറെ ഇനിയിപ്പോൾ എന്തുള്ള ഒരു ഒരു ബോക്സ് മേളിൽ പൊളി. തള്ള വെടി വേണം. ഞാൻ വിചാരിച്ചു കൊണ്ടില്ലെന്ന്, പക്ഷെ നക്ഷത്രം എണ്ണിച്ചവരെ. ഇനി ഒരു കിളവനോടുണ്ട്, അവൻ ഇവിടെ എവിടെയും കാണും. അവനെ ഞാൻ കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാലേ നമുക്ക് സ്ലെൻഡു ഇച്ചിരി സീനാണ് ഈയിടെയായിട്ട്. സ്ലെൻഡു സീനാണ്. സ്ലെൻഡുവിന് നമുക്ക് പ്ലാങ്ക് താണ്ടിരിക്കുന്നു. നമുക്ക് ഈ വഴി അങ്ങ് പോകാം ഗൈസ്. കിളവനെ പറ്റിക്കാം. കിളവനിപ്പം
തള്ളേനെ കൊന്നെടുത്ത് കിളവൻ വന്ന് കാണും. പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ അത് സേഫ് അല്ല. കാരണം തള്ളേനെ നമ്മൾ അവിടെ കൊന്നിട്ടു. അപ്പോൾ കിളവൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഉണ്ട വെച്ച് അയാളെ നക്ഷത്രം എണീക്കാനേ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മേളി എൻ്റെ പൊന്നോ ഗൈസ്, ഞാൻ പേടിച്ചു പോയിട്ടോ. അയാൾ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഞാൻ കണ്ടില്ല അയാളെ. എൻ്റെ ആളിയാ പോയിരുന്നില്ല. ഈ സിനിമാവില്ല. ഞാൻ പൊന്നോ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാൻ കണ്ട സമയം ഞാൻ പേടിച്ചു പോയി. അയാളിപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ആ കവണ എടുത്ത് അയാളെ തലക്കിട്ട് പറഞ്ഞാൽ കൊടുത്തിട്ട് വന്നല്ല. കൊടുത്തിട്ട് വരാം. ഇയാൾക്കാണ് ചെവി കേൾക്കത്തില്ല. നമ്മൾ പുറകെ നടന്നു പോയാലും അറിയത്തില്ല. പുറകിൽ നടിക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇയാളെ ഞാൻ പുറകിൽ നടിക്കും. ഇയാളെ സ്വഭാവം വെച്ച് നമുക്ക് നേരെ പ്ലാൻ കൊടുത്തുകൊണ്ട് മേളിലോട്ട് പോകാത്തേ ഉള്ളൂ കേസ്. ഇനി ഒരു വഴി ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടാനുള്ള ആകെ ഒരു വഴി അത് മാത്രമാണ് കേസ്. പെട്ടെന്ന് നമുക്ക് മേളിൽ പോകാം. ഒന്ന് താഴോട്ട് പോവാ ലിഫ്റ്റേ. ഏനാ കയറാ. ഞാൻ കയറില്ല. ആള് കയറില്ല. പോകുന്നുണ്ട് കേസ്. പിന്നെ മൈക്കിന് വല്ല എറർ വല്ലതും ഉണ്ടെങ്കിൽ കേസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം മൈക്ക് ഇച്ചിരി കേടായിട്ടല്ല, ഇച്ചിരി സൗണ്ട് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റേ റോഡിൻ്റെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. കുറേ കാലം കൊണ്ട് അത് തന്നെ യൂസ് ചെയ്യുന്നത്. കാലമൊന്നുമില്ല, ഒരു വർഷം ഒരു വർഷമായി കാണും ഗൈസ്. റോഡിൻ്റെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗൈസ്. എല്ലാവർക്കും കുഴപ്പമില്ലാതെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം ഗൈസ്. അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം. നമുക്ക് ഒരു മൈക്ക് മേടിക്കാം അങ്ങനെയാണെങ്കിലേ. പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ടൊരു ചെറിയൊരു എന്തോ ഒരു എറർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വേറെ. ഇനിയിപ്പം ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടി ഗൈസ്. നമുക്ക് വേണ്ട സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രിഡ്ജ് ക്രാങ്ക് നമുക്കിത് കൊണ്ടുപോയി വെച്ച് അങ്ങ് തിരിക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് നേരെ ഫ്യൂസ് കൊണ്ട് വെച്ചിട്ട് ആ ജനറേറ്റർ കേബിൾ കൊണ്ട് വെച്ചിട്ട് നേരെ വന്നിട്ട് ഗേറ്റ് തള്ള പോന്നു. ആരും മിണ്ടല്ലേ. തള്ള പോന്നു. ഈ തള്ളക്ക് വരാൻ കണ്ട സമയം. ഒരു കാര്യം ചെയ്യാം. നൈസിന് ഇതിയും ചാടിക്കഴിഞ്ഞാൽ ചാവത്തില്ലായിരിക്കുമല്ലേ. ചാവത്തില്ല എന്നാണ് എൻ്റെ ഒരു നിൽക്കുമ്പോൾ. ചാടി വെക്കാം. ചത്തില്ല ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് ഇതുകൊണ്ട് തിരിച്ചിട്ട് വരാം ഗൈസ്. ഓടിപ്പോയിട്ട് തിരിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ പോയി നമുക്ക് നേരെ പോയി എന്തോട് വേണം. നേരെ ആ ജനറേറ്റർ കേബിളോ അല്ലെങ്കിൽ ഫ്യൂസ് കൊണ്ട് വെക്കാമായിരുന്നല്ലേ. ഫ്യൂസോ ജനറേറ്റർ കേബിളോ കൊണ്ട് വെക്കണം. എന്നിട്ട് നേരെ ഇതങ്ങ് ഞെക്കണം ഗൈസ്. സാധനം ഉണ്ടല്ലോ, ആ സ്വിച്ച് അങ്ങ് ഞെക്കണം. സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കണം. നേരെ ഗേറ്റ് തുറക്കണം. എസ്കേപ്പ് ആവും. ഓക്കെ സെറ്റ്. എൻ്റെ പൊന്നോടാവേ ഗൈസ്. ഇത്രയും ഇത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു വലിയ കാടിൻ്റെ അടുക്കുള്ള ഒരു വലിയ വീട്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്. ഇതിൻ്റെ നടക്കുന്ന എങ്ങനെ ഓടി രക്ഷപ്പെടാനാണ് ഗൈസ് ഗേറ്റ് എസ്കേപ്പ്. അതല്ല, ട്രെയിനും ഉണ്ട്. അതാണ് ഹൈലൈറ്റ്. ട്രെയിൻ ഈസ് ദ ഹൈലൈറ്റ്. ഓക്കെ ഗൈസ്, എനിക്ക് വന്ന് ഗ്രാനി 4-നകത്ത് പ്ലെയിൻ എസ്കേപ്പ് വല്ലതും ആയിരിക്കും വരുന്നത്. ട്രെയിന്, ഹെലികോപ്റ്റർ എല്ലാം വന്നു. ഇനിയിപ്പോൾ അടുത്ത പ്ലെയിൻ എസ്കേപ്പ് ഗൈസ്. അടുത്ത ഡെവലപ്പേഴ്സ് പ്ലെയിൻ എസ്കേപ്പ് ആയിരിക്കും ഗൈസ് വരാൻ പോകുന്നത്. നമുക്ക് എന്തോ എടുത്ത് വെക്കണം. കല്ലൊക്കെ ഫുള്ളാണ്. കവണ അവിടെ കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. കവണ എവിടെ കിടക്കുന്നത്? ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നോ? ഇവിടെ ഒന്നും ഇല്ലേ. കവണ എവിടെ ആയിരുന്നിട്ടത്? ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ മറന്നു പോകും ഗൈസ് മൊത്തം. എവിടെയായിരുന്നു ഇട്ടത്? പുറത്തൊന്നും ഞാൻ പോയില്ലല്ലോ. എവിടെയായിരുന്നു ലാസ്റ്റ്? ആരെയായിരുന്നു അടിച്ചത്? കിളവനായിരുന്നു ഗൈസ് നമ്മൾ അടിച്ചത്. ഇപ്പോഴാണ് ഓർത്തത്. അപ്പം നമ്മൾ അവൻ്റെ പുറകെയല്ലേ പോയി അടിച്ചത്. അപ്പം ഇവിടെ എങ്ങാനും കാണുമായിരിക്കും. ആരും ഇല്ലല്ലോ ഇല്ലേ. ദാണ്ട കിടക്കും നമ്മുടെ ഹീറോ. ആരാന്ന് വെച്ചാ വാ. ഗ്രാനിയോ ഗ്രാൻഡ്പയോ കിളവനോ കിളവിയോ ആരാന്ന് വെച്ചാ വാ. ഞാൻ തരാം, സമ്മാനം തരാം. ഫസ്റ്റ് കിളവനാണ് വന്നേക്കുന്നത്. കിളവനിട്ട് നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട്. കിളവ പോലടാ മോനെ. പോലടാ. ഹെഡ് ഷോട്ട്. ഒരടിക്കാൻ വീണു. അടുത്ത എനിക്ക് വരില്ലെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഇനി നമുക്ക് കിളവിനെ നോക്കണം. കിളവിക്ക് ശബ്ദം കേട്ടാൽ സാധാരണ വരേണ്ടതാണ്. നമുക്കിതൊന്ന് താഴെ ഇട്ടിട്ടെടുക്കാം ഗൈസ് പെട്ടെന്ന്. കിളവി എവിടെ? താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? താഴെയാണോ ഗൈസ്? മേളിൽ നിന്ന് വരാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു താഴെ ട്രെയിനിൻ്റെ അവിടെ എല്ലാം പോയിട്ടുണ്ടാകാനാണ് ചാൻസ്. മേളിൽ കാണാൻ ചാൻസ് കുറവാണ്. കാരണം ഇത്രയും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മേളിലുണ്ടായിരുന്ന അവൾ വരേണ്ടതാണ്. അല്ലെങ്കിൽ ആ കിളവിയുടെ സൗണ്ട്, അല്ലെങ്കിൽ മറ്റേ റോബോട്ടിൻ്റെ സൗണ്ട് കേട്ടോടെ നിന്ന് ഗൈസ്. പള്ളി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവരവിടെ താഴെ ആയിരിക്കും ഗൈസ്. നമുക്ക് നേരെ ഇതിൻ്റെ ഫ്യൂസ്
ഫ്യൂസ് കൊണ്ടുവെക്കാം. ഓടി ഓടറ ഗൈസ്. ഇനി 2 മിനിറ്റ് 30 സെക്കൻഡേ ഉള്ളൂ. അതിൽ 30 സെക്കൻഡ് കിളവൻ്റെ പോയി. കിളവൻ ഇപ്പോൾ എണീക്കും ഗൈസ്. 2 മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് ഓട് പെട്ടെന്ന് ഇട് ഓട് നമ്മൾ ഓടുകയാണ് ഗൈസ്. ഒന്ന് പെട്ടെന്ന് കയറ് ഗൈസ്. എൻ്റെ പൊന്നോ, ഫ്യൂസ് കൊണ്ട് വെച്ച് ജനറേറ്റർ കേബിൾ സെറ്റ് ചെയ്യണം ഗൈസ്. പെട്ടെന്ന് നമുക്ക് ജനറേറ്റർ കേബിൾ കൊണ്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ കണ്ടോ ഇതേസമയം ഇലക്ട്രിസിറ്റി, പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ലിഫ്റ്റ് വർക്കാവുന്നുണ്ട്. അത് എന്തോ തേങ്ങയൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും പോയി പെട്ടെന്ന് ആ ഒന്ന് അനങ്ങട. എൻ്റെ പൊന്നോ, ജനറേറ്റർ കേബിൾ എവിടെയായിരുന്നു ഇനി? അയ്യോ, ജനറേറ്റർ കേബിൾ എവിടെയായിരുന്നു ഗൈസ്? അത് മറന്നുപോയി ഗൈസ്. ജനറേറ്റർ കേബിൾ എവിടെയായിരുന്നു ഗൈസ്? ഞാൻ മറന്നുപോയി. അയ്യോ ഗൈസ്, ജനറേറ്റർ കേബിൾ എവിടെയാന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ എവിടെയാണോ കണ്ടത്? ഇവിടെയായിരുന്നു. ഇതാണ് ഗൈസ് പ്രശ്നം, മൊത്തം മറന്നു. താഴെ വല്ലതും ആണോ? നമുക്ക് താഴെ എങ്ങനെയും പോയി നോക്കിയാലോ? താഴെ വല്ലതും പോയി നോക്കാം. വാ, നമുക്ക് ഏറ്റവും താഴെ വല്ലതും പോവാം. ഏറ്റവും താഴെയാണ് ഗൈസ്. അത് ഏറ്റവും താഴെയാ. മറ്റേ ക്രോബാർ വെച്ച് തുറന്ന. ഇതാണ് പ്രശ്നം, പെട്ടെന്ന് മറന്നു പോകും ഗൈസ്. മറന്നു പോയി കഴിഞ്ഞാൽ തീർന്നു കഥ. നമുക്ക് ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ഓടി ഗൈസ്. ഇത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. ഇതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഗൈസ് ചരിത്രമാണ്. ഡേ 1 ഡേ 2 ഡേ 1 തന്നെ എസ്കേപ്പ് ആവുമായിരിക്കും ഗൈസ്. ഇത് നമ്മൾ കൊണ്ട് വെച്ചിട്ട് ഇറങ്ങി അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലടാ. ഞാൻ എങ്ങോട്ടാ പോന്നേ? അങ്ങോട്ടേ പോ. ലിഫ്റ്റ് യൂസ് ചെയ്യാം ഗൈസ്. അതാണ് കല്ലെടുക്കാൻ പോയത്. നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്ത് പോവാം ഗൈസ്. ഇതെങ്ങാനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ തന്നെ എസ്കേപ്പ് ആയാലുണ്ടല്ലോ ഗൈസ്, ചരിത്രമാണ് ഗൈസ്, ചരിത്രം. കറണ്ട് വന്നു ഗൈസ്. ഇനി മേളിൽ പോയി ഓണാക്കുക, ഇറങ്ങി ഓടുക, അത് മാത്രമേ ഉള്ളൂ. ഇനി മേളിൽ പോയി എങ്ങനെയും അത് ഓണാക്കുക, ഇറങ്ങി ഓടുക. രണ്ടുവേ ലിഫ്റ്റ് യൂസ് ചെയ്ത് പോകാം ഗൈസ്. നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് കയറ് ഗൈസ്. ചരിത്രം ഗൈസ്. ചരിത്രം നടക്കുമോ? ഗ്രാനി വന്നതോ പിടിക്കുമോ? ചരിത്രം. ഒന്ന് പെട്ടെന്ന് വാ ലിഫ്റ്റ്. 1 മണിക്കൂറായി. 2 hours later, 3 hours later, 4.5 hours later. ഗൈസ്, നമ്മുടെ ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. 4.5 മണിക്കൂർ ശേഷം. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലയോ ഗൈസ്. നമുക്ക് നേരെ പോയി അത് ഓണാക്കിയിട്ട് ഇറങ്ങി ഓടുക ഗൈസ്. അത്രേ ഉള്ളൂ, ഇറങ്ങി ഓടുക. ഇനി ഓട്ടത്തിൻ്റെയാണ് ഗൈസ്. ഇനി മൊത്തം നമ്മുടെ ഓട്ടത്തിലിരിക്കും ഗൈസ് എല്ലാം. കിളവനൊന്നും ഇല്ലല്ലോ. ഓൾ സേഫാണോ? ആരുമില്ലല്ലോ അല്ലേ? ആരുമില്ല. പറ്റിയ ചാൻസ്. ഓണാക്കുക, ഇറങ്ങി ഓടുക. കറണ്ട് എല്ലാം വന്ന് ഓണാക്കുക. തുറന്ന് ഓടിക്കോ. ചാടറാ താഴെ ചാടറാ. ഓടിക്കോ. ഇനി നിൽക്കണ്ട. ഓടിക്കോ. ഈ കിളവൻ, അയ്യൻ്റെ മോനെ, ഈ കിളവൻ എന്തോ ഈ കാണിക്കുന്നു? എൻ്റെ ദൈവമേ. എസ്കേപ്പ് ആയെന്ന് വിചാരിച്ച് കരുതിയ ഉടനെ ഇവൻ നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകണോ അതോ ഇവിടുന്ന് ചാടണോ? കിളവൻ മേളിലോട്ട് ഇപ്പം വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിളവി എവിടെ ആയിരിക്കും എന്നാലും? എന്തേലും ഓട്ടെ. ഇനി പൂശാനൊന്നും നിൽക്കണ്ട, നമുക്ക് പോവാം. ഒന്ന് ലാസ്റ്റ് പൂശിയതല്ലേ, നമുക്ക് നേരെ. കിളവൻ ഇയാൾ കണ്ട്. അയ്യൻ്റെ മോനെ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ താഴെ ചാടാം കഴിച്ച്. താഴെ ചാടിയിട്ട് അതുവഴി ഞങ്ങൾ തുറന്നങ്ങ് പോവാം. അതേ ഉള്ളൂ ഇനി വഴി. ചാടറാ. ചാടിയില്ലേ? ഇനിയിപ്പോൾ ഓടിക്കോ. ഇനി നിൽക്കരുത്. ഇനി നിന്ന് കഴിഞ്ഞാൽ പണിയാ. ഓടിക്കോ. കിളവൻ്റെ കയ്യിൽ തോക്കൊന്നുമില്ല, അതുകൊണ്ട് വെടിവെച്ചിട്ടൊന്നും മേടിക്കണ്ട. ഓടിയാൽ മതി ഗൈസ്. ഇനി ഫുൾ ഓൺ ഓട്ടത്തിലാണ്. അതാ ഗൈസ്, ഇവിടെ അമ്മ തള്ളയില്ലെങ്കിൽ ഇല്ല ഗൈസ്, തള്ളയൊന്നുമില്ല ഗൈസ്. ചരിത്രം എഴുതി കുറിക്കാൻ പോകുന്നു. ഫസ്റ്റ് ദിവസം തന്നെ ഒരു ബിഗിനർ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോകുന്നു. എസ്കേപ്പ് ആയോ?
എസ്കേപ്പായി ഓഫ് കോഴ്സ് ഗൈസ്. ദ എൻഡ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ റോഡ് ടു 10 ലൈക്കാണ് വെച്ചേക്കുന്നത് ഗൈസ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 10 ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നാളെ മറ്റന്നാളോ നമുക്ക് ഗ്രാനി 1 ഞാൻ കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോർ സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ടേക്കാം ഗൈസ്, വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ മാസം ഇനി കിട്ടത്തില്ലായിരിക്കും ഗൈസ്. ദിവസം സമയം കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല ഗൈസ്. ഈ മാസം അടുത്ത മാസവും കൂടെ വെച്ചിട്ട് ഗൈസ് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഗൈസ് നമ്മൾ ഗീവ് അവേ നടത്താം. 500 അല്ല ഗൈസ്, 1000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഗീവ് നടത്താം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.